ഇനിയിപ്പോൾ രണ്ട് സൈഡിലും കടലാണ് വരുന്നത്. അപ്പോൾ കുറച്ചും കൂടി കയറി കഴിഞ്ഞാൽ ഞങ്ങൾ ആ രണ്ട് സൈഡിലെ കടലിലെ ആ ഒരു വ്യൂസും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. മലയാളികൾക്ക് കുറച്ച് ബുദ്ധിയുണ്ട്. അപ്പോൾ മലയാളികൾ ഇതിനൊന്നും സമ്മതിക്കില്ല എന്നാണ് അവർ പറഞ്ഞത്. നല്ല മനോഹരമായ കാഴ്ചകളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മളിവിടുന്ന് പോവാണ്, ധനുഷ്കോടിക്ക് പോവാണ്. നമ്മൾ രാമേശ്വരം അമ്പലമൊക്കെ കണ്ട് ഇനിയിപ്പോൾ നമ്മൾ നേരെ ധനുഷ്കോടിയിൽ പോവുകയാണ്. പാമ്പന്മാലം കണ്ടു, ഒരുപാട് സ്ഥലങ്ങൾ കണ്ടു. ഇനിയിപ്പോൾ നമ്മൾ ധനുഷ്കോടിയിൽ പോവുകയാണ്. അപ്പോൾ നമ്മൾ താമസിച്ചത് ഇവിടെ ഒരു ഹോട്ടലിലാണ് താമസിച്ചത്. ഇനി തിരിച്ച് ധനുഷ്കോടി കണ്ട് തിരിച്ച് വന്ന് പിന്നെ ഇവിടെ തന്നെയാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് ധനുഷ്കോടിയുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ ധനുഷ്കോടിക്ക് ഇവിടുന്ന് ഏകദേശം ഒരു 13 കിലോമീറ്ററാണ് വരുന്നത്. ഇനിയിപ്പോൾ രണ്ട് സൈഡിലും കടലാണ് വരുന്നത്. അപ്പോൾ കുറച്ചും കൂടി കയറി കഴിഞ്ഞാൽ ഞങ്ങൾ ആ രണ്ട് സൈഡിലെ കടലിലെ ആ ഒരു വ്യൂസും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് ഇവിടെ നമ്മൾ നേരത്തെ ബോർഡ് കണ്ടു, 4 കിലോമീറ്റർ അമ്പലമുണ്ട്. അപ്പം അതിൻ്റെ പേര് വലിയ പെടുത്തില്ല. നമ്മൾ തൽക്കാലം ആ അമ്പലത്തേക്ക് ഒന്ന് തിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അമ്പലത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടെന്ത് പ്രത്യേകത ഉണ്ട്, കുറേ ആൾക്കാർ അവിടെ പോയി വിസിറ്റ് ചെയ്ത് എന്നിട്ടാണ് ധനുഷ്കോടിയിലേക്ക് പോകുന്നത്. ഇപ്പോൾ കുറേ ആൾക്കാർ, കുറേ വണ്ടികളുണ്ട്. പോണ വഴിക്ക് കയറി പോകും. കാരണം വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എന്തായാലും നമ്മൾ പോണ റൂട്ട് തന്നെയാണ്. ശരിയാണ്. അപ്പോൾ നമ്മളെന്തായാലും ഈ സമയത്തൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ എന്തായാലും സുമാർ രാത്രിയാകുമ്പോൾ നമുക്കൊരു വീഡിയോ എടുക്കാനുള്ള ഒരു സെറ്റപ്പ് കിട്ടിയെന്ന് വരില്ല. അതിനെ കൊണ്ടാണ് എല്ലാവരും പോകുമ്പോൾ തന്നെ കയറി പോകുന്നത്. അപ്പോൾ നിങ്ങളും വരികയാണെങ്കിൽ അങ്ങനെ ശ്രദ്ധിക്കുക. പരമാവധി നിങ്ങൾ ധനുഷ്കോടിക്ക് പോകുമ്പോൾ ഈ ടെമ്പിളിലും കൂടി ഒന്ന് കയറിയിട്ട് അതും കൂടി ഒന്ന് കണ്ടിട്ട് വേണം അങ്ങോട്ട് പോകാൻ ശ്രദ്ധിക്കുക. അല്ല, ഇപ്പം നമ്മൾ ഇപ്പം അവിടെ എത്തുന്നതിന് മുന്നേ തന്നെ കണ്ട ഒരുപാട് ക്രൗഡ് ഉണ്ട്, ഒരുപാട് വണ്ടികളുണ്ട്. അപ്പം അതിനർത്ഥം കുറെ ആൾക്കാർ വന്ന് പാസ് ചെയ്ത് പോകുന്ന ഒരു സ്ഥലമാണെന്നാണ്. ഇപ്പൊ അവരെ ബുദ്ധിമുട്ടിക്കുകയാണ് നമ്മളെ ശരിക്കും. അതാണ് സൈഡത്തെ ഒരു വ്യൂ. ഇപ്പൊ നമുക്ക് ധനുഷ്കോടിയിൽ ഇവിടെ പോകുമ്പോൾ മറ്റേ നമ്മളെന്താ പറയാ, വന്നപ്പോ തൊട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഇതാട്ടോ, ഈ തിരക്ക്. ഒരു രക്ഷയില്ല. തിരക്ക് പ്രത്യേകിച്ച് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മെയിൻ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെല്ലാം നിൽക്കണതിന്റെ വഴികളൊക്കെ ചെറിയ വഴികളാണ്. നമുക്ക് പാർക്ക് ചെയ്യാനുള്ളൊരു സെറ്റപ്പ് ഇല്ല. അപ്പോൾ വരുന്നവരെന്താ ഒരു സൈഡിൽ ഇങ്ങനെ ചെറിയൊരു ഗ്യാപ്പ് കിട്ടുമ്പോൾ അങ്ങനെ നിർത്തിപ്പോകും. അപ്പൊ പിന്നെ വലിയ വണ്ടികൾ വരുമ്പോ എന്താ അത് ബ്ലോക്കിൽ ആയി നിൽക്കും. അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. സത്യം പറഞ്ഞാൽ ആകെ 1 കിലോമീറ്ററും കൊണ്ട് ദൂരം ഉള്ളൂ എന്ന് തോന്നുന്നു. ഇപ്പൊ ഈ ഒരു പാലത്തില് നമ്മള് പറഞ്ഞ കേരളക്കാര് വണ്ടി നിർത്തി പോവാൻ വഴിയില്ലാണ്ട് ഇവിടെ തന്നെ ഇറങ്ങി നടക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. ഇതേപോലെ വണ്ടി നിർത്തി മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാന്ന്. ഇത് ഇവരല്ലാട്ടെ, ഇത് ഇവർക്ക് മുന്നിൽ വണ്ടി നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ നിർത്തിയത്. നേരത്തെ ഇവരാണ് ബുദ്ധിമുട്ടിച്ചത് നമ്മളെ. പക്ഷെ ഇപ്പൊ ഇവരല്ല, ഇവർക്ക് മുന്നിൽ വണ്ടി നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇറങ്ങി നടക്കുകയാണ് അതാ ചെയ്യുന്നത്. നമുക്ക് പിന്നെ ഇറങ്ങി നടക്കാനുള്ള ഒരു സെറ്റപ്പ് ഇല്ല. കാരണം നമ്മൾ ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ വണ്ടികൾ നിർത്തിയിട്ടുണ്ട് കൊണ്ടുവരും. 2 പേരും ഉള്ളു ഞങ്ങള്. അപ്പൊ നമ്മളിവിടെ അമ്പലത്തിലേക്ക് എത്താറായി, വഴി എത്തി. ഇപ്പൊ 2 സൈഡിൽ വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഒരു സ്ഥലം നോക്കി നടക്കുകയാണ്. എല്ലായിടത്തും പാർക്കിങ്ങിന്റെ പ്രശ്നമാണ്. പാർക്കിങ്ങിന്റെ പ്രശ്നമാണ് എല്ലായിടത്തും വരുന്നത്. അമ്പലത്തിരിക്കുന്ന ഒരു നല്ലൊരു ക്യൂ തന്നെ കാണാൻ പറ്റും. ഗോൽസോട അമ്പലത്തിലേക്ക് ക്യൂ ഉണ്ട്, നല്ല ക്യൂ ഉണ്ട്. മേളിലേക്ക് കയറി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി വ്യൂസ് കിട്ടും തോന്നില്ല. ഇത് കടലാണല്ലോ ഇപ്പൊ 2 സൈഡും വരുന്നത്. അപ്പോൾ കുറച്ചുകൂടി നല്ല വ്യൂസ് കിട്ടും തോന്നുന്നു. ഫുള്ള് മറ്റേ കരിക്കിന്റെ പരിപാടി കേട്ടോ. കരിക്കാണെന്ന് ഏറ്റവും കൂടുതൽ ചെലവുള്ളത് കേട്ടോ. ഫുള്ള് കരിക്കാം. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നേരെ യു ടേൺ എടുത്തിട്ട് തിരിച്ചു പോകാനുള്ള പരിപാടിയാണ് എല്ലാവരും നോക്കുന്നത്.
അയ്യോ കേരളക്കാരുന്ന് പെട്ട് നമ്മളെന്ത് ചെയ്യാനാണ് ഇപ്പോൾ? അത് നമുക്ക് അങ്ങോട്ട് എടുക്കാം, അങ്ങോട്ട് എടുത്തിട്ട് യൂട്ടേൺ ഇടാം, വേറെ നിവർത്തിയില്ല. അപ്പൊ നമ്മുടെ പിന്നാലെ ആൾക്കാർ വരും പെടും, അപ്പൊ നമുക്കും വണ്ടി എടുത്തോണ്ട് പോകാൻ പറ്റില്ല. അവിടെ പോയിട്ട് എല്ലാവരും അങ്ങോട്ട് പോകുന്നുണ്ട് തൽക്കാലം ഇപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് ഇതിപ്പോ ഈ അമ്പലത്തിന്റെ അടുത്ത് വന്നിട്ട് എനിക്ക് ഈ സ്ഥലം ഏതാണെന്ന് കറക്റ്റ് മനസ്സിലായില്ല. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഓട്ടോ ചേട്ടൻ കൂടി ഉണ്ട്. അപ്പൊ ആളോട് ചോദിക്കാം, അണ്ണ എന്ത് സ്ഥലം എന്നാ இந்த கோவிலுக்கு தமிழ் சொன்னா புரியும், பார்ക്കുന്ന ആൾക്കാർക്ക് പുரியும். இது வந்து பத்துல ராவணன் இருக்கார்ல, பத்துல ராவணன் அவரோட தம்பி விஷ்ணு. அவருக்கு வந்து முடி சுற்று இடம், முடி சுற்று இடம் இந்த இடம் கோடராமன் விஷ்ணு முடி சுற்றுற സ്ഥലം. ഉള്ളിൽ പോയി കഴിഞ്ഞാൽ பார்க்கலாம், உள்ள போய் பார்க்கலாம். அவங்களே சொல்லுவாங்க எல்லாம் சொல்லுவாங்க. அந்த ஐயா சொல்லுவாங்க. அவர் வந்து பத்துல ராவணத்தை வந்ததுக்கப்புறம் நம்ம உதவி பண்ணார் நல்லா, அவரோட தம்பி. ராமர் சீதை கிடைச்சிருக்காரு. രാമസേതു എന്നാണ് എൻ്റെ സ്ഥലത്തിൻ്റെ പേര്. അത് അന്ത സ്ഥലം. ധനുഷ്കോടി. ധനുഷ്കോടിയുടെ അപ്പുറത്താണ് രാമസേതു. താങ്ക്സ് അണ്ണ. ഇപ്പൊ നമുക്കിവിടെ കാണാനായിട്ട് ഇപ്പൊ രണ്ട് സൈഡും കാണാൻ നല്ല രസമുണ്ട്. അപ്പൊ ആൾക്കാർ താഴത്തേക്ക് ഇറങ്ങി. ഇപ്പൊ നമ്മള് വണ്ടി അവിടെ ഇട്ട് ഇപ്പൊ താഴത്തേക്ക് ഇറങ്ങുകയാണ്. ഞാൻ കാണിച്ചുതരാം. ഇവിടെ കാണാനായിട്ട് നല്ല രസമുണ്ട്. ഇപ്പൊ ആൾക്കാർ വണ്ടി അവിടെ പാർക്ക് ചെയ്യാൻ പറഞ്ഞിരുന്നത്, വണ്ടി അവിടെ പാർക്ക് ചെയ്ത് നൈസായിട്ട് ഇങ്ങനെ നല്ല പൂഴിയിലൂടെ ചവിട്ടി താഴത്തേക്ക് ഇറങ്ങി. നല്ല കാറ്റുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങി അങ്ങനെ എൻഡിലേക്ക് വന്ന് ആൾക്കാർ ഇവിടെ വന്ന് കാണുകയാണ്. ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട്. നമ്മളിവിടെ കണ്ടത് ഇത് ഇവിടെ ഓരോരുത്തരും ഇത് കല്ല് തലയിൽ വെച്ച് നിൽക്കുന്നത് കണ്ടായിരുന്നു. ഞാൻ കാണിച്ചു തരാം, നിങ്ങൾക്ക് ഒന്നുകൂടി കാണിച്ചു തരാം. ഇത് സംഭവം വേറൊന്നുമല്ല, ഇത് രാമൻ്റെ കല്ലാണെന്നാണ് പറയുന്നത് അവർ. ഈ കല്ല് തലയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നിങ്ങൾ കണ്ട കല്ല് ഓരോരുത്തരും ഇവിടെ വന്ന് വരിയായിട്ട് നിന്ന് കല്ല് തലയിൽ വെക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവർ പറയുന്നത് കല്ല് തലയിൽ വെച്ച് കഴിഞ്ഞാൽ ദർശനം പ്രത്യേക അനുഗ്രഹം കിട്ടുമെന്നാണ് പറയുന്നത്. കല്ല് തലയിൽ വെച്ചിട്ട് ഇവർ ജയ് ശ്രീറാം എന്നാണ് പറയുന്നത്. ഇവിടെയാണ് ഇവർ അത് കഴിഞ്ഞിട്ട് ലിംഗം ഉണ്ടാക്കുന്നത്, ശിവലിംഗം ഉണ്ടാക്കുന്നത്. ഒരാൾക്ക് 20 രൂപ അല്ലേ? ഒരാൾക്ക് 20 രൂപയാണ് വരുന്നത്. മലയാളികൾക്ക് കുറച്ച് ബുദ്ധിയുണ്ട്. അപ്പോൾ മലയാളികൾ ഇതിനൊന്നും സമ്മതിക്കില്ല എന്നാണ് അവർ പറഞ്ഞത്. അത് മലയാളികൾക്ക് ബുദ്ധിയുള്ളതുകൊണ്ടാണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം നമ്മളപ്പുറത്ത് കല്ലിൻ്റെ രാമൻ്റെ അനുഗ്രഹം കിട്ടുന്നു പറഞ്ഞിട്ട് കല്ല് തലയിൽ വെച്ചുള്ള ഒരു ഇതൊക്കെ കണ്ടായിരുന്നു നമ്മൾ. അത് കഴിഞ്ഞിട്ട് നമ്മളിതേ അമ്പലത്തിലേക്ക് വരികയാണ്. അപ്പോൾ അമ്പലത്തിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. വലിയൊരു മരവും അതിൻ്റെ ചുവട്ടിൽ ഇപ്പോൾ ആൾക്കാർ ഇവിടെ വെയിറ്റ് ചെയ്യുന്നൊക്കെ കാണാം ദർശനത്തിന് വേണ്ടിയിട്ട്. ആൾക്കാർ ഇവിടെ ദർശനത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഈ അമ്പലത്തിൽ കുറേ അവരുടെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് കുറേ ഇതുണ്ടോ, അമ്പലത്തിൽ മരത്തിൽ കെട്ടിയിട്ടിരിക്കുന്നതാണോ, അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ഒന്നും കെട്ടിയിട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾ ഇനിയിപ്പോൾ ഇവിടെ അമ്പലത്തിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്, കോദാണ്ട രാമർ ടെമ്പിൾ. കോദാണ്ട രാമർ ടെമ്പിൾ എന്നാണ് ഈ അമ്പലത്തിൻ്റെ പേര് വരുന്നത്. ഇവിടെ ശരിക്കും നല്ലൊരു എന്താ പറയുക, നല്ല കാറ്റുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കണ്ട ഇവിടെ നല്ല കാറ്റുണ്ട്. നല്ല കാറ്റെന്ന് പറഞ്ഞാൽ നല്ല കാറ്റുണ്ട്. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ അടുത്ത് നല്ല ഇതുണ്ടോ, ഇതാണ് കോദാണ്ട രാമർ ടെമ്പിൾ എന്നാണ് അമ്പലത്തിൻ്റെ പേര്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. ഇതിലിവിടെയാണ് അപ്പോൾ അവർ വെയിറ്റ് ചെയ്യുന്ന സ്ഥലം, അപ്പോൾ ദർശനത്തിന് വേണ്ടിയിട്ട്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ കാണിച്ചു തന്ന പോലെ തന്നെ ചുറ്റും മനോഹരമായ ഒരു
കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. ഇത് കണ്ടോ, ഇതിപ്പോൾ നമ്മൾ ധനുഷ്കോടിക്ക് പോകുമ്പോൾ ഉള്ള ഒരു പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എവിടെ പോയാലും നമുക്ക് അവിടെ ഇറങ്ങാൻ തോന്നും. കാരണം അത് നല്ല മനോഹരമായ കാഴ്ചകളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മളിവിടുന്ന് പോവാണ്, ധനുഷ്കോടിക്ക് പോവാണ്. അപ്പൊ ഗഡിയോടെ നമ്മൾ ഇതാട്ടോ മറ്റേ പറഞ്ഞ ധനുഷ്കോടിന്റെ എൻഡിങ് അല്ല സ്റ്റാർട്ടിങ് പോയിന്റ് എത്തിയിട്ടുണ്ട്. വ്യൂസ് ഒക്കെ നോക്കിക്കോട്ടെ. അവിടെ കടകൾ ഒരു ചെറിയ കടയുണ്ട് അവിടെ. ഇവിടെ ഇത് വണ്ടിക്ക് നിർത്തിയിട്ടുണ്ട്. നമുക്കിവിടെ പറ്റി എന്താണ് ഇത് വേറൊന്നുമല്ല, ഇവിടെ ധനുഷ്കോടിയിൽ അന്ന് മരണപ്പെട്ടായിരുന്നല്ലോ കുറേ പേര്, ആ ദുരന്തത്തിൽ മരിച്ചല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു സ്മാരകം ആണെന്നാണ് പറയുന്നത്. ഇത് നമ്മളിങ്ങനെ നോക്കി വന്നപ്പോഴത് ഇവിടെ ഒരു ചെറിയൊരു ഇത് കിണറല്ലേ, ഇത് ചെറിയൊരു കിണറൊക്കെ കാണാം നമുക്കിവിടെ. അധികം വലിയ താഴ്ചയൊന്നുമില്ല, ഇതിൽ വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ, അപ്പോൾ ചായക്കടയുടെ സൈഡിൽ കൂടെ നോക്കിയപ്പോൾ ഒരു വ്യൂ ഒക്കെ കണ്ട്. അപ്പം നമുക്ക് അവിടെ നിന്ന് ഇറങ്ങിയൊക്കെ ഒന്ന് നോക്കാം. സൂര്യാസ്തമയം ആയി വരികയാണ്. നല്ല രസമുണ്ട് കേട്ടോ. ഇത് കല്ലിൻ്റെ ഇതുണ്ടോ. അപ്പം ഇവിടെ ചെറിയൊരു ചായക്കടയും എന്ത്, അപ്പം അതിനോട് ചേർന്ന് ചെറിയ വഞ്ചിയും മീൻ പിടിക്കാനുള്ളൊരു ചെറിയൊരു നല്ല രസമുണ്ട് കാണാനായിട്ട്. ചെറിയ ചെറിയ കപ്പലുകളൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ഒരു വ്യൂ കണ്ടത്. ചെറിയ ചെറിയ വഞ്ചികൾ, ചെറിയ ബോട്ടൊക്കെ ഉണ്ടാവുമായിരിക്കും അതിൽ. അപ്പോൾ അവർ ഇങ്ങനെ കരയ്ക്ക് അടുപ്പിക്കാനുള്ളൊരു ശ്രമത്തിലാണെന്ന് തോന്നുന്നു. ഇവിടെ എന്താ കഴിക്കാനുള്ളതെന്ന് ചോദിക്കാം. അപ്പോൾ അണ്ണ എന്നാ ഇരിക്കണ്ണ കഴിക്കാൻ? ഫിഷ് ഫ്രൈ റൈസ്, ഫിഷ് ഫ്രൈയും റൈസുമാണ് ഇവിടെ കഴിക്കാനുള്ളത്. ഇത് കണ്ടോ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ ചെറിയ കുടിലുകൾ കണ്ടോ, ഒരു കട കണ്ടോ, അത് ചെറിയൊരു കടയാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെറിയതായിട്ടൊന്ന് ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. അയ്യോ, ഇത് കണ്ടോ, ചെറിയൊരു സെറ്റപ്പ്, ചെറിയൊരു കട. അത്യാവശ്യ സാധനങ്ങൾ ഇവിടെ ഉണ്ട്. അണ്ണേ ഒന്നുമില്ല അണ്ണേ, ഞാൻ இந்த கடை கண்டப்போ ഒന്ന് കയറി இருக்கேன் அண்ணன். இல்லை யாரையும் பார்த்ததில்லை, அப்போ சும்மா കയറി இருக்கேன். അപ്പോൾ നമ്മളിത് ഏകദേശം സ്പോട്ടിലേക്ക് അടുത്ത് ലൈറ്റ് ഹൗസ് ആണ് നിങ്ങൾ അവിടെ കാണുന്നത്. നേരെ നിങ്ങൾക്ക് ലൈറ്റ് ഹൗസ് കാണാൻ പറ്റും. ഇപ്പുറത്ത് ഡോക്ടർ APJ അബ്ദുൽ കലാം പഠിച്ച സ്കൂളാണ് ഇപ്പുറത്ത് കാണുന്നത്. പിന്നെ ഇവിടെ ഏതൊക്കെയോ എന്തെങ്കിലും അമ്പലമാണ്, ഏതോ അമ്പലം, ഇതൊരു ചെറിയ അമ്പലം തോന്നുന്നുണ്ട്. അമ്പലമാണ്, ചെറിയ അമ്പലമാണ്. ഇപ്പോൾ നമ്മൾ രണ്ട് സൈഡും കണ്ടോ, എന്ത് രസമാണ് കാണാനായിട്ട്. നടുക്ക് റോഡും. ഇവിടെ ഒരു പള്ളിയാന്ന് തോന്നുന്നു കേട്ടോ. ഇതൊരു പള്ളി, പഴയൊരു ചെറിയൊരു പള്ളി. അത് പള്ളിയാണോ പള്ളിക്കൂടാണോ എന്താ അറിയില്ല. അപ്പോൾ നമ്മൾ ലൈറ്റ് ഹൗസിൻ്റെ അടുത്തേക്ക് എത്താനായിട്ടുണ്ട്. ഒറ്റ സിംഗിൾ റോഡാണ് കേട്ടോ. ഇവിടെ തൊട്ട് അറ്റം വരെ നേരെ പോയി കിടക്കാം. ഇവിടുന്ന് നമുക്ക് അറ്റം വരെ കാണാം. ഇതാ ഈ സൈഡിൽ നോക്കിയാലും കണ്ടോ കടല്, ഈ സൈഡിൽ നോക്കിയാലും കടല്. ഇത് ഇന്ത്യൻ ഓഷ്യനും ഇത് ബംഗാൾ ഉൾക്കടലും. അപ്പം മച്ചാമാരെ നമ്മൾ ഒരുപാട് നാളായിട്ട് എത്ര നാളായിട്ട് ആഗ്രഹിച്ചെന്നറിയാം, ധനുഷ്കോടി വരണമെന്ന്. ഇത്രയും പെട്ടെന്ന് അത് സാധിച്ച് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചത് പോലുമില്ല. എങ്കിലും വളരെയധികം സന്തോഷം. ഞങ്ങൾ ധനുഷ്കോടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ നമ്മുടെ ധനുഷ്കോടി എത്തിയതാ ഫസ്റ്റിൽ നമുക്ക് കാണുന്നത് ലൈറ്റ് ഹൗസ് ആണ് കേട്ടോ. അത് നമ്മുടെ ലൈറ്റ് ഹൗസ് എത്തി അത് എത്തണം. അതിൻ്റെ അവിടെ എന്തോ ഒരു ബോർഡ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ സൈഡിലൊക്കെ നോക്കി നിറയെ കടകളൊക്കെ ഉണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് ഫുഡ് അടിക്കണമെങ്കിൽ ഫുഡ് അടിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട്. എന്താ എത്താത്ത 1 കിലോമീറ്റർ 1 കിലോമീറ്റർ 5 കിലോമീറ്റർ ആയിട്ട് എത്തും. ലൈറ്റ് ഹൗസ് വലുതായിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ലൈറ്റ് ഹൗസ് ആണോ ലാസ്റ്റ്? സ്കൂളുണ്ട്. ഇതാണ് ഇപ്പൊ APJ അബ്ദുൽ കലാം പഠിച്ച സ്കൂളാന്ന് തോന്നിട്ട്. അത്
ഇതാണ് നമ്മളെന്തായാലും ഇറങ്ങിയിട്ട് വരും. അപ്പം ബൈക്ക് നമുക്ക് റെഡിയാക്കാം. ഹിസ്റ്റോറിക്കൽ ഓർമ്മകളിലേക്ക് വരികയാണ് നമ്മളിപ്പോ. ഇവിടെ ഹിസ്റ്ററി കാണിച്ചിട്ടുണ്ട് ധനുഷ്കോടിയുടെ. ധനുഷ്കോടി എന്ന് പറയുമ്പോൾ നമ്മൾ 1964 ധനുഷ്കോടി എന്ന് പറയുന്ന ഒരു ഓർമ്മ മാത്രമായ ഒരു ദിവസമാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട്. 1964 ഇതിപ്പോ 1964 ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചത്. ധനുഷ്കോടി എന്ന് പറഞ്ഞ ഒരു വികസനത്തിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം ഒന്നുമല്ലാതെ ഒരു ദിവസമാണ് ഈ 1964 എന്ന് പറയുന്നത് കേട്ടോ. അതില് അതിന്റെ മുന്നത്തെ ഇത് കാണാം. ഇതായിരുന്നു ധനുഷ്കോടിയുടെ പണ്ടത്തെ ഒരു ചിത്രം. അതായത് കപ്പലും ബാക്കിയുള്ള സെറ്റപ്പ് ഒക്കെയാണ് ഈ കാണുന്നത് കേട്ടോ. അതായത് 1964 മുന്നേ ഉള്ളത്. ഏകദേശം പറഞ്ഞു വരികയാണെങ്കിൽ 1964 ഡിസംബർ വിത്ത് റെയിൽവേ ട്രാക്ക്. അതായത് കപ്പലും ട്രെയിനും ഒന്നിച്ച് പോണ ഒരു സംഭവം സെറ്റപ്പാണ് ഇതില് ഉള്ളത്. 1964 ഡിസംബർ 22-ാം തീയതിയാണ് ഈ അപകടം ഉണ്ടായത്. പിന്നെ ഈ കാണുന്നതൊക്കെ നമ്മൾ ബ്രിട്ടീഷുകാര് വന്ന ഒരു സമയത്തുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ്. ഇത് ട്രെയിനിന്റെ മറ്റൊരു പാലം. ഇത് നമ്മൾ ജസ്റ്റ് ചരിത്രത്തിന്റെ എന്താ പറയാ ഒരു സ്മാരകത്തിലേക്കാണ്, ചരിത്രം ഉറങ്ങുന്ന ഒരു മണ്ണ് ശരിക്കാണ് നമ്മളിപ്പോ കിടക്കുന്നത്. അപ്പൊ അതിനടുത്തൊരു മയിലിനെയൊക്കെ കണ്ടു കേട്ടോ. അയ്യവാ, മയില് ഇവിടെ വന്നിട്ട് പീലില്ലാത്ത മയിൽ. അത് പെണ്ണാന്ന് തോന്നുന്നു. അത് പെൺമയിലാണ്, പീലി കാണാനില്ലല്ലോ. ഇപ്പൊ ഇവിടെ വലിയൊരു സ്തൂപൊക്കെ കാണുന്നുണ്ട്. ഇത് മേ ബി ബ്രിഡ്ജ് ആയിരിക്കും. അത് ബ്രിഡ്ജല്ല, ഇത് എന്തോ ഒരു സംഭവം, റെയിൽവേ സ്റ്റേഷൻ്റെ എന്തോ സംഭവിച്ചു. ധനുഷ്കോടിയുടെ പഴയ അവശിഷ്ടങ്ങളൊക്കെ കണ്ടോ. അതായത് പണ്ടത്തെ ആ നിർമ്മിതി ഇപ്പോൾ ഈ പരുവത്തിലായതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ധനുഷ്കോടി ആ റെയിൽവേ പാളം വരുന്നത്. ഈ കാണുന്നതാണ് അപകടം. ഇതിനോട് ചേർന്നിട്ടുള്ള ഓഫീസ് ആണ് ഈ കാണുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ കവാടമാണ്. അന്നത്തെ ആ ഒരു കവാടമാണ്, അവശിഷ്ടങ്ങളാണ് അതിൻ്റെ കവാടത്തിൻ്റെ അതെ അന്നത്തെ തന്നെയാണത്. മേളിൽ കണ്ട അത് ഇരുമ്പല്ലേ കാണുന്നത്. ഇതിപ്പോ ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു. അപ്പൊ ഇതിപ്പോ ഒരു മൂത്രപ്പരയാക്കിയിട്ടുള്ള ഒരു നല്ല സ്മെല്ലുണ്ട്. അതെ, ഇപ്പൊ ഇവിടെ കുറച്ച് ആൾക്കാർ താമസിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇവർക്ക് ഒരു ലിമിറ്റ് ഉണ്ട് വീട് പണിയുന്നതിന്. അതിന് മുകളിലേക്ക് പണിയാൻ പറ്റില്ല. ഇവിടെ കുറെ കുടിലുകൾ ഇപ്പൊ കാണാനുണ്ട്. ഇത് കണ്ടോ, ഫുള്ള് ഓലപ്പുരയാണ്. അത് ഇവിടെ മറ്റേ കൺസ്ട്രക്ഷൻ മറ്റേത് പറ്റില്ല, അങ്ങനെയൊക്കെ ഒരു സർക്കാരിന്റെ എന്തോ നടപടികളൊക്കെ ഉണ്ട്. പിന്നെ ഈ കാണുന്ന കുടിവെള്ളമാണ്. റിങ്ങുകളുണ്ട് കേട്ടോ, ഇഷ്ടംപോലെ റിങ് ഉണ്ട്. അതെ കുടിവെള്ളം ആയിരിക്കും. പക്ഷെ കുടിവെള്ളം എന്ന് പറഞ്ഞാൽ കടലിന്റെ ഉപ്പരസം ഉണ്ടാവില്ല വെള്ളത്തിന്. ഏത് കടൽ, നമ്മളെ എല്ലാ ഒരു സ്ഥലത്ത് കടലിന്റെ സൈഡിലുള്ള വെള്ളത്തിനൊക്കെ ഒരു ഉപ്പ് ചോക ഉണ്ടാവില്ലോ. ഈ വെള്ളത്തിന് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവില്ല. ഇപ്പം ഇവിടെ APJ അബ്ദുൽ കലാമിൻ്റെ ഒരു ഫോട്ടോ മിക്ക കുടിലുകളിലും നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അവർ വളരെയധികം ബഹുമാനത്തോടെ ഇന്ത്യൻ ലെജൻഡാണ് പുള്ളിയെ കാണുന്നത്. ഇവിടെ നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്കൊരു ഹനുമാൻ്റെ ക്ഷേത്രമൊക്കെ കാണാം കേട്ടോ. 1964 രാമൻ്റെ അനുഗ്രഹം കിട്ടിയ സ്ഥലമാണ് എന്നാണ് പറയുന്നത് ധനുഷ്കോടി. അതിൻ്റെ ഒരു അമ്പലമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഹനുമാൻ്റെ ഒരു അമ്പലമൊക്കെ ഉണ്ട് ഇവിടെ. ഒരു ചെറിയൊരു അമ്പലം വരുന്നുണ്ട് ഇവിടെ. ഇവിടെ ഇതാണ് അമ്പലം വരുന്നത്. നല്ല രസമുണ്ട് കേട്ടോ. ഇതൊക്കെ പഴയ ആ ഒരു 1964 അതിന് മുന്നേ ഉള്ള നിർമ്മിതികളാണ് ഈ കാണുന്നത്. ഇവിടെ അമ്പലം വരുന്ന അമ്പലത്തിനോട് ചേർന്നിട്ട് നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഒരു അമ്പലമാണിത്. കടലിനോട് ചേർന്നുള്ള ഒരു ചെറിയൊരു അമ്പലം. ഇവിടെ ഇപ്പോൾ നമുക്ക് ഇറങ്ങി നടക്കണമെങ്കിൽ, വെള്ളത്തിൽ ഇറങ്ങി നടക്കണമെങ്കിൽ നടക്കാം, ചെറിയ രീതിയിലൊക്കെ കുളിക്കാം. ഇതിപ്പോ മച്ചി പിടിക്കാൻ പോയിട്ട് നിങ്ങൾക്ക് വാൾവ്. അപ്പോൾ എവ്വളോ ഫാമിലി இருக்காங்க? 300 குடும்பம் இருக்கு. அந்த காலத்திலே இருக்கா 300 குடும்பம்? அந்த காலத்துல இருந்தே இருக்கணும். தாத்தா, இந்த ஃப்ளோட்டிங் ஸ்டோன் எங்க இருக்கு? ஃப்ளோட்டிங் ஸ்டோன் மிதக்கிற கல் அது இல்லை. இங்கே அது இங்கே இல்லை.
തണ്ണിയിൽ அப்படி பொந்தி வர தண்ணி എന്തൊക്കെ അതില്ല. கோதண்டராமன் கோயில் இருக்குல்ல அங்கதான் பெரிய கல்யாணம். ஆமா அது ഇന്ത്യയുടെ നമ്മള് തെക്കേ അറ്റത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ വലത് കാണുന്നതാണ് പറഞ്ഞോടത്തെ, വലത് കാണുന്നത് ഇന്ത്യൻ മഹാസമുദ്രം, ഇടത് കാണുന്നതാണ് ഇത് ബംഗാൾ ഉൾക്കടല്. കണ്ട അവിടുന്ന് കാണാം, ഇത് ഇന്ത്യൻ മഹാസമുദ്രം, ഇത് ബംഗാൾ ഉൾക്കടല്. അതിന്റെ സെന്ററിൽ നേരെ നമ്മള് ഇന്ത്യയുടെ തെക്കേ അറ്റത്തേക്കാണ് പോണത് കേട്ടോ. അപ്പൊ ഇന്ത്യയുടെ തെക്കേ അറ്റം കാണാത്തവർക്ക് നമുക്ക് കാണിച്ചു തരാം. നമ്മളിപ്പോ അവിടെ എത്തും. ഓക്കെ, എല്ലാവരും എൻഡിങ്ങിലേക്കാണ് കൂടുതലും വന്നിട്ടുള്ളത് കേട്ടോ. എല്ലാവരും എന്താ കുറേ വണ്ടികളും കാണാവുന്നതാണ് കേട്ടോ. ഇവിടെ ഒക്കെ വണ്ടികളുണ്ട്. ഒക്കെ ഇന്ത്യയുടെ തെക്കേ അറ്റം കാണാൻ വന്നിരിക്കുന്ന ആൾക്കാരാണ്. ഒരുപാട് നാളത്തെ ആഗ്രഹവും മനസ്സിൽ വെച്ചിട്ട് ഒരു കൂട്ടം ചെറുപ്പക്കാരും അങ്ങനെ ഞങ്ങളുടെ ധനുഷ്കോടി എന്നുള്ള ഏറ്റവും വലിയൊരു ആഗ്രഹം സാധിച്ചു കിട്ടി. നമുക്കൊരു സംഭവം കാണാൻ പറയും, 5 മക്കളുടെ ചിത്രം. ഇതാട്ടോ എൻഡിങ്, ധനുഷ്കോടി എൻഡിങ് ഇന്ത്യയുടെ തെക്കേ അറ്റം ഉണ്ടാകും. നമുക്ക് അതിലൊരു സ്തൂപം കാണാം. മേളിൽ മറ്റേ നമ്മുടെ ഇന്ത്യയിലെ മറ്റേ സിംഹത്തിൻ്റെ ചെറിയൊരു പ്രതിമയും കാണാം. പിന്നെ ഇവിടെ വരുമ്പോൾ ഒരു ഫുൾ വൈബ് വേറെ. അപ്പോൾ നമ്മൾ ധനുഷ്കോടി എൻഡിലേക്ക് വന്നത് ഞാൻ പറഞ്ഞായിരുന്നു. അത് ഇങ്ങനെ വന്നിട്ട്, അതായത് നമ്മളിവിടുന്ന് കാറ് ഇവിടെ കൊണ്ടുപോയി പാർക്ക്, അവിടെ നേരത്തെ തന്നെ മുന്നിൽ തന്നെ പാർക്ക് ചെയ്യാം. എന്നാലും ഇത് ഇങ്ങനെ വന്നിട്ട് ഞാൻ കാണിച്ചു തരികയാണ്. ഇങ്ങനെ വന്ന് ഇപ്പോൾ ഇവിടെ നമ്മുടെ ഒരു സ്റ്റോപ്പുണ്ട്, അവിടുന്ന് ഇങ്ങനെ തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഇവിടുന്ന് എങ്ങനെ തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ അങ്ങനെ വണ്ടി തിരിക്കും, തിരിച്ചങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. ആണ് വന്ന വഴി. നമ്മളിപ്പോൾ അത് സ്തൂപത്തിൻ്റെ ഇവിടുന്ന് ഇങ്ങനെ തിരിഞ്ഞ് അങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇനിയും ഞങ്ങളുടെ ചാനലിൽ നല്ല നല്ല വീഡിയോസ് ഉണ്ടാവും, പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളും പുതിയ യാത്രകളുമായിട്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുന്നവർ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മെസ്സേജ് ചെയ്യുക. അപ്പോൾ ബൈ.